ഹായ് ഹലോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു എഗ്ഗ് കറിയുടെ റെസിപ്പിയാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പൊ വാ തുടങ്ങാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എഗ്ഗ് ബോയിൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു കടായി വെച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒരു 4 മുട്ട ഇട്ട് കൊടുക്കുക. ഇന്ന് നമ്മൾ 4 മുട്ട കറിയുടെ റെസിപ്പിയാണ് ഓൾറെഡി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 4 മുട്ട ഇട്ട് അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് അതിന് പരുവത്തിന് ഉപ്പും ചേർത്ത് ഇനി അതൊന്ന് നന്നായി വെട്ടിത്തിളച്ചതിന് ശേഷം ഒരു 12 മിനിറ്റ് നമുക്കൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ആ മുട്ട തിളച്ചതിന് ശേഷം നമ്മൾ അത് വാങ്ങി കുറച്ച് പച്ചവെള്ളത്തിലോട്ടൊന്ന് ഫ്രീസ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മുട്ടക്കറിയുടെ മസാല സെറ്റ് ചെയ്യുകയാണ്. അപ്പൊ ആദ്യം തന്നെ ഒരു കടായി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫ്രീസ് ചെയ്ത വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഏത് വെളിച്ചെണ്ണയും നല്ല ബ്രാൻഡിലുള്ള വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. നാടനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടിയതിനു ശേഷം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. കൂടെ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവാള ആഡ് ചെയ്യുക. ഇനി സവാളയും കൊച്ചുള്ളിയും ഒന്ന് നന്നായിട്ട് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇത് 3 ഐറ്റം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സവാള, പച്ചമുളക്, കൊച്ചുള്ളി, ഇഞ്ചി ഇതെല്ലാം നല്ല രീതിയിൽ സോട്ടായി നമ്മുടെ സവാളയുടെ നിറം ഒന്നൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ആ സമയത്തിന് നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇനി ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഉണ്ട്. തക്കാളി ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് അതിനൊപ്പം കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത്, അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ ഏറ്റവും നല്ല അണ്ടിപ്പരിപ്പ് ചേർക്കുക. നമുക്ക് കവർപ്പുള്ള അണ്ടിപ്പരിപ്പ് ചേർത്താൽ ഈ കറിയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. അപ്പൊ തക്കാളി നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി പൊടി ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കാം. അപ്പൊ പൊടിയുടെ കുത്തലൊക്കെ മാറി നല്ല രീതിയിൽ എല്ലായിടത്തും ഇതിന്റെ ഫ്ലേവർ ഒക്കെ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഈ ടൈമിന് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്യുന്ന ഓപ്ഷനിലാണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ച തക്കാളി ഇതിലേക്ക് ഒഴിക്കാം. തക്കാളി ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം പരുവത്തിന് വെള്ളവും ചേർത്ത് കറി ഒന്ന് നന്നായി വെട്ടിത്തിളച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ഓരോ മുട്ട ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പൊ തേങ്ങാപ്പാലൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് കറി ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറി ലീവ്സും മല്ലിയിലയും കൂടി ഇട്ട് ഫിനിഷ് ചെയ്യാം. അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂകുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമ്മുടെ കറിക്ക് ഒരു ഗുണവും മണവും ഒക്കെ ആ ഒരു വെളിച്ചെണ്ണ കൊണ്ട് നമുക്ക് എടുത്തറിയാൻ കഴിയും. ഇനി നമുക്ക് ഫൈനലി നമുക്ക് മുട്ടക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പം നല്ല കിടിലൻ ഇടിയപ്പത്തിനൊപ്പമാണ് ഇന്നത്തെ മുട്ടക്കറി. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസും ഫീഡ്ബാക്കും ഒക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ഷെഫ് ട്രാവലർ വീഡിയോ. അപ്പൊ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം.